ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ഫ്രോക്ക് ഡിസൈനാണ്. 2 മീറ്റർ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 7 to 8 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൻ്റെ മെഷർമെൻ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് യോക്ക് പോർഷന് വേണ്ടിയിട്ട് 2 പീസും മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെന്ത് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്, വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 20 ഇഞ്ചുമാണ്. ക്ലോത്തിനെ വിഡ്ത്ത് വൈസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പായിട്ട് 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ പോയിൻ്റ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് ലെന്ത് മാർക്ക് ചെയ്യാം. നെക്ക് ലെന്ത് 4 ഇഞ്ചാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുക്കുന്നത്. 4 ഇഞ്ച് വരച്ചതിന് ശേഷം യു നെക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം. 2.5 ഇഞ്ചാണ് ബാക്ക് നെക്കിന് ലെന്തായിട്ട് കൊടുക്കുന്നത്. ഇവിടെയും യു നെക്ക് തന്നെ വരച്ചെടുക്കാം. വരച്ചതിന് ശേഷം ബാക്ക് പോർഷൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്ക് പോർഷൻ മാറ്റി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത പോർഷനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ്ലെസ് ആയിട്ടാണ് ഫ്രോക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ എടുക്കുക. ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്കിന് കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ നിന്ന് താഴേക്ക് ഫോൾഡഡ് സൈഡിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതേ മെഷർമെൻറ്റിൽ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്ത് 4 ലെയറായിട്ട് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ബാക്ക് ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കുക.
സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ്. 2 പീസ് ക്ലോത്ത് എടുത്തു. ലെന്ത് എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 32 ഇഞ്ചുമാണ്. ഇങ്ങനെയുള്ള 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ സ്കേർട്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. അതിന് ലെന്ത് എടുത്തിരിക്കുന്നത് 22 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 44 ഇഞ്ചുമാണ്. റഫിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പ്രിൻ്റഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് ലൈനിങ് പീസ് വെച്ചതിന് ശേഷം നെക്കിൻ്റെ പോർഷനും സ്ലീവിൻ്റെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഷേപ്പിൽ. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ ഓപ്പണും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ക്ലോത്തിനെ ഒന്ന് മറിച്ചെടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് സൈഡിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് റഫിൾസ് ചെയ്യാം. അതിനായിട്ട് രണ്ട് സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണുന്ന പോലെ ചെറിയ ചെറിയ ഞുറിവിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റഫിൾസ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നെക്കിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്
ഫ്രണ്ട് പോർഷനിൽ വന്ന് ഒരു റൗണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ട് സ്ലീവ്സിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യാം. ആദ്യം ലൈനിങ് പോർഷനാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനായിട്ട് യോക്കിൻ്റെ ലൈനിങ്ങിൻ്റെ പോർഷൻ എടുക്കുക. അതിലേക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ലൈനിങ്ങും വരുന്ന രീതിയിൽ വെച്ച് ചെറിയ ഞുറിവിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഉൾവശം നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും, തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ. ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇനി മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാം. മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ സൈഡിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇവിടെയും ചെറിയ ചെറിയ ഞുറ് വിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുക. സൈഡ്സ് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ എടുക്കുക. അതായത് യോക്കും സ്കേർട്ടും ജോയിൻ ചെയ്യുന്ന പോർഷൻ എടുക്കുക. അതിനുശേഷം ഈ ഒരു ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുക. ബാക്ക് സ്ട്രാപ്പിനും കൂടി ഒരുമിച്ച് കുറച്ച് ലെന്തിൽ ക്ലോത്ത് എടുക്കുക. അതിനുശേഷം മിഡിൽ പോർഷൻ ഇവിടെ അറ്റാച്ച് ചെയ്യുക. രണ്ട് സൈഡും അറ്റാച്ച് ചെയ്തെടുക്കുക.
ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഫ്രോക്കിൻ്റെ അടി കൂടി ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.